എല്ലാവർക്കും നമസ്കാരം. മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൽകോവിലമ്മ ക്ഷേത്രത്തിൽ നടന്ന ലക്ഷദ്വീപ മഹോത്സവം, അതുപോലെ തന്നെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലക്ഷദ്വീപ സമർപ്പണം നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന ക്ഷേത്രങ്ങളിലുള്ള ആൾക്കാർ അറിയുന്നതിനേക്കായി ആണ് ഈ വീഡിയോ പറയുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലക്ഷദ്വീപത്തിൻ്റെ ആദ്യ പടി എന്ന വണ്ണം ചിരാതുകൾ ഒരുക്കുക എന്നുള്ളതാണ്. മറ്റു സ്ഥലങ്ങളിൽ കത്തിച്ച ചിരാതുകൾ അതേപടി കത്തിക്കാതെ ചിരാതുകൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം വേണം ചിരാതുകൾ വെക്കാൻ വേണ്ടി. ഇത്തരത്തിൽ ഏത് സ്ഥലത്താണോ നമ്മൾ ചിരാതുകൾ വെക്കുന്നത് ആ സ്ഥലങ്ങളിൽ എത്ര കണ്ട് നമുക്ക് വേണമെന്ന കണക്കുകൾ കൂട്ടിക്കൊണ്ട് തട്ടടിച്ച് അതിനുശേഷം അതിൽ ചിരാത് വെച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ട് ചിരാത് കത്തിക്കാം. ചിരാത് കത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കോത്തിരിയാണ്. ഏകദേശം 1 ലക്ഷം ദീപമാണ് നമ്മൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ 1 ലക്ഷം ദീപം കത്തിക്കുന്നതിന് വേണ്ടി ഏകദേശം 3000-ൽ കൂടുതൽ കോത്തിരികൾ ഒരുക്കി വേണം ലക്ഷദ്വീപ സമർപ്പണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ കുറവ് തിരികൾ വരികയാണെങ്കിൽ കൂടുതൽ സമയം കത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് കോത്തിരികൾ യഥാവിധി എത്രയാണോ വേണ്ടത് ഏകദേശം 3000-ൽ കൂടുതൽ കോത്തിരികൾ ഒരുക്കണം. ദീപം തെളിയിക്കുന്നത് കുറച്ച് കളർഫുള്ളാക്കണമെന്നുണ്ടെങ്കിൽ ചില്ല് ഗ്ലാസ്സിൽ നിറങ്ങൾ ചാലിച്ച വെള്ളം ഒഴിച്ച് കളർഫുള്ളാക്കാം. അതാണ് ഈ കാണുന്നത്. ചിരാതുകൾ തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ തട്ടിൽ ആദ്യ ദീപം പകർന്നതിന് ശേഷം വേണം താഴത്തെ തട്ടിലേക്ക് ദീപം പകരാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപകട സാധ്യത വളരെ കുറക്കാൻ വേണ്ടി പറ്റും. ലക്ഷദ്വീപം തെളിയിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൽകോവിലപ്പൻ്റെ മുന്നിൽ ഇതുപോലെ ലക്ഷദ്വീപം സമർപ്പണം നടത്താൻ ഞങ്ങൾക്കും സാധിച്ചു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടായി. ഈ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിയോട് നന്ദി അറിയിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.